ആശുപത്രികളിൽ സമഗ്ര ഇടപെടലുമായി സർക്കാർ ഹൗസ് സർജൻമാരുടെ ജോലി നിർവചിച്ച് മാർഗരേഖ പുറത്തിറക്കും. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിലാണ് തീരുമാനങ്ങൾ. അതേസമയം PG ഡോക്ടർമാർ ഭാഗികമായി സമരം പിൻവലിച്ചു. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അമൽനാഥ്, ആരോഗ്യമന്ത്രിയുമായി നടത്തിയുള്ള ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഡോക്ടർമാർ ഉന്നയിച്ചത്? അതോടൊപ്പം തന്നെ PG ഡോക്ടർമാരുടെ സമരം ഇപ്പോൾ ഭാഗികമായി പിൻവലിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമരം പൂർണ്ണമായി പിൻവലിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്? അൻസില, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഹൗസ് സർജന്മാരും PG അസോസിയേഷനും ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഈ ഒരു ചർച്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മണിക്കൂറുകൾ എടുത്തു നടന്ന ചർച്ചയായിരുന്നു. ഏകദേശം 1 മണിയോടുകൂടിയാണ് ചർച്ച അവസാനിച്ചത്. ചർച്ച അവസാനിക്കുമ്പോൾ അനുകൂലമായ ഒരു നിലപാടാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഈ സമരപ്രതിനിധികൾ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തവർ പറയുന്നത്. എന്നാൽ ഈ ഒരു അനുകൂല നിലപാടുണ്ടായെങ്കിൽ പോലും സമരം പൂർണ്ണമായും പിൻവലിക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ൊന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും ഇവർ മന്ത്രി അംഗീകരിച്ചെങ്കിലും അത് എപ്പോൾ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതകളൊന്നും വന്നിട്ടില്ല. കാലതാമസം എടുക്കുമോ എന്നതൊക്കെ അവ്യക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് പൂർണ്ണമായും ഈ സമരം പിൻവലിക്കാൻ വേണ്ടി ഇവർ തയ്യാറാകാതിരുന്നത്. പ്രധാനമായും ഈ സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ആശുപത്രി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കണം. ഒപ്പം തന്നെ വന്ദന കേസിലെ പ്രതിയായ സന്ദീപിന് തക്കതായ ശിക്ഷ തന്നെ നൽകാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ആ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ സ്വയരക്ഷ നോക്കി പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ കൃത്യമായ രീതിയിൽ അവിടെ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ വന്ദനയുടെ കൊലപാതകം നടക്കില്ലായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അവിടെ ഈ ഒരു പോലീസുകാർക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും പോലീസുകാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ ഡ്യൂട്ടി ടൈം, അതായത് ഈ ഒരു ഡോക്ടർമാരുടെ ഡ്യൂട്ടി ടൈമുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെയും ഉന്നയിച്ചിരുന്നു. ഇതിനോടൊക്കെ ഒരു അനുകൂല നിലപാടാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് എപ്പോൾ നടപ്പിലാക്കുമെന്നതിൽ അവ്യക്തത തുടരുന്നതിനാൽ തന്നെയാണ് ഭാഗികമായി മാത്രം സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടുള്ളത്. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി PG അസോസിയേഷനിലുള്ളവർ ഒക്കെ തന്നെയും ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തൊട്ടാകെയായി ഡോക്ടർമാരൊക്കെയും തന്നെ അവധിയിലായിരുന്നു. അതിനാൽ തന്നെ ആശുപത്രികളിലേക്ക് രോഗികളുടെ ഒരു വലിയൊരു ഒഴുക്കില്ല. എന്നാൽ IMAയുടെയും ഒപ്പം തന്നെ KGMOയുടെയും നേതൃത്വത്തിൽ നടന്ന സമരങ്ങളൊക്കെയും അവസാനിച്ച ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ ഇന്നു മുതൽ രോഗികൾ ആശുപത്രിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗങ്ങൾ ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ PG അസോസിയേഷനും ഒപ്പം തന്നെ ഹൗസ് സർജന്മാരും സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് രോഗികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് PG അസോസിയേഷനിൽ ഉള്ളവർ ഇപ്പോൾ 5 മണിക്ക് തന്നെ ഈ ഒരു ഡ്യൂട്ടിയിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഹൗസ് സർജന്മാർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഒരു ചർച്ച നടത്തും. ഈ ചർച്ചയിൽ എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് കൂടുതൽ തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഒരു ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ ചർച്ചയിലായിട്ടുണ്ട്. പ്രധാനമായും ഇവരുടെ ഈ ഒരു പ്രവൃത്തി ദിവസങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ്. അതായത് ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 60 മണിക്കൂർ മാത്രമാണ് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ജോലി ചെയ്യേണ്ടത്. എന്നാൽ നിലവിൽ ഇപ്പോൾ 120 മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ ആഴ്ചയിൽ ഇവർക്ക് ലഭിക്കേണ്ട ഒരു വീക്കിലി ഓഫ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ വേതനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഒപ്പം തന്നെ ഹൗസ് സർജന്മാരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മാനുവൽ ഇറക്കാനുള്ള തീരുമാനവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഒരു വന്ദനയുടെ സഹപ്രവർത്തകർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയമെന്ന് പറഞ്ഞാൽ, അവിടെ ആ ഒരു സന്ദർഭം നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ്. അതായത് പോലീസുകാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ അല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ആ ഒരു സമയത്ത് എടുക്കേണ്ട ഒരു മുൻകരുതൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അവർ ആ ഒരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ, അതായത് അത്രയും അങ്ങനെയുള്ള ഒരു പ്രതിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരുമ്പോൾ കൂടുതൽ പോലീസുകാരെ കൊണ്ടുവരാനൊക്കെ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ വന്ദനയുടെ ആ ഒരു കൊലപാതകം അവിടെ നടക്കില്ലായിരുന്നു എന്നൊരു ഉറച്ച രീതിയിൽ അവർ പറയുന്നുണ്ട്. അതായത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന വലിയൊരു വീഴ്ചയാണ് ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ സഹപ്രവർത്തകർ ഒക്കെ തന്നെയും പറയുന്നത്.
ഇത് തന്നെയാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു വിവാദവും. അതിനാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു അനുകൂല നിലപാട് തന്നെയാണ് ചർച്ചയിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി എപ്പോൾ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കും എന്നതനുസരിച്ചാകും സമരം പൂർണ്ണമായും പിൻവലിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അൻസില. ശരി, വ്യക്തമാണ് അമൽനാഥ്. ആശുപത്രികളിൽ സമഗ്ര ഇടപെടലുമായി സർക്കാർ. ഹൗസ് സർജൻമാരുടെ ജോലി നിർവചിച്ച മാർഗരേഖ ഉടൻ തന്നെ പുറത്തിറക്കും. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിലാണ് തീരുമാനമായത്. അതേസമയം PG ഡോക്ടർമാർ ഭാഗികമായി സമരം പിൻവലിച്ച് ഇന്ന് 5 മണിയോടുകൂടെ PG ഡോക്ടർമാർ ഡ്യൂട്ടിക്ക് കയറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അമൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന്.